എന്താല്ലേ ഓണം കഴിഞ്ഞാലും റീൽസിൻ്റെ സ്റ്റോക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഉത്രാട ദിവസത്തെ പ്രിപ്പറേഷൻസിനെ കുറിച്ചാണ്. ആദ്യം തന്നെ ഉച്ചയൂണ് കഴിഞ്ഞതിന് ശേഷം ദീപോട്ടനും വേദവും കൂടി കടയിൽ പോയി സദ്യയ്ക്ക് വേണ്ട സാധനങ്ങളും പൂവും വാങ്ങിയിട്ട് വന്നു. അപ്പോഴേക്കും രഞ്ജി ഷാവലി എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് നാളെ സദ്യ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെത്തിയത്. അങ്ങനെ ഞങ്ങൾ സദ്യയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളിൽ ബിസി ആയപ്പോഴേക്കും കുട്ടികൾക്കും ബിസി ആവണമായിരുന്നു. അപ്പോൾ അവർക്ക് കുറച്ച് പൂ കൊടുത്തിട്ട് ഒരു പൂക്കളട്ടോളാൻ പറഞ്ഞു. അങ്ങനെ അവർ അതിൽ ബിസിയായി. പിന്നെ രാത്രി ഡിന്നർ കഴിക്കാനുള്ള നേരമായി. അങ്ങനെ എല്ലാവരും ഡിന്നറും കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള പണി തുടങ്ങിയത്. വൈകു ഡിന്നർ കഴിച്ചതിന് ശേഷം വീണ്ടും പൂവിടാൻ പോയി. ഞങ്ങൾ ഡിന്നർ കഴിച്ചതിന് ശേഷം അടുക്കള പണി തുടങ്ങി. ആദ്യം തന്നെ അവിയലുണ്ടാക്കി. അത് കഴിഞ്ഞ് പച്ചമത്തൻ കൊണ്ടൊരു ഓലനുണ്ടാക്കി. നമ്മുടെ മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ വറുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ അതും റെഡിയായി. അതിനുശേഷം പിന്നെ ഉണ്ടാക്കിയത് ഒരു ക്യാരറ്റ് ബീൻസ് തോരനും, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം സാമ്പാർ, പൈനാപ്പിൾ പച്ചടി, പിന്നെ നമ്മുടെ കൂട്ടുകറി, നല്ല മാമ്പഴക്കാളനും, രസം. അങ്ങനെ നമ്മുടെ സദ്യ ഐറ്റംസ് എല്ലാം റെഡിയായി. ഇനി തിരുവോണമായിട്ട് നാളെ കാണാം. പെട്ടെന്നുള്ളൊരു തീരുമാനമായതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രണ്ട്സിനെ ഈ സെലിബ്രേഷനിൽ മിസ് ചെയ്തു. ഈ ദിവസം തുടങ്ങിയത് തന്നെ ശരണിക്കൊരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുത്താൽ തിരിച്ചു വന്ന് വേദു കളിക്കുന്നതിൻ്റെ ഇടയിൽ വീണ് ചുണ്ട് പൊട്ടി. അത് കുറച്ച് സീനായി. അത് കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി ഇറങ്ങി വന്നപ്പോഴേക്കും ഞങ്ങളുടെ ഫ്രണ്ട്സ് വന്നു തുടങ്ങി. ആദ്യം മിൻസി സജിനും എത്തി കുട്ടികളായിട്ട്. പിന്നെ രഞ്ജി ഷാമിലി എത്തി. അത് കഴിഞ്ഞ് പിന്നെ ശരണ്യ എത്തി. ഷാമിലി വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞങ്ങൾ പൂക്കളം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നു. പിന്നെ ശരണ്യ വന്ന് ജോയിൻ ചെയ്തു, ബിൻസി ജോയിൻ ചെയ്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നല്ലൊരു അടിപൊളി പൂക്കളമൊക്കെ ഇട്ട് പൂക്കളം പുറത്തിടാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ വെതർ ഫോർകാസ്റ്റ് നോക്കിയപ്പോൾ കാറ്റും മഴയും കണ്ടു. അപ്പോൾ പിന്നെ ഓർത്തു ശരി അകത്ത് തന്നെ ഇടാമെന്ന്. അങ്ങനെയാണ് അകത്തിട്ട്. പിന്നെ പൂക്കളമൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം സദ്യ കഴിക്കാൻ വന്നു. സദ്യയൊക്കെ വിളമ്പി ആദ്യം ഞങ്ങൾ ഭർത്താക്കന്മാരെയും പിന്നെ ശരണ്യേൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. ശരണ്യേൻ്റെ അമ്മേനെയും ഇരുത്തി. പിന്നെ വേദുവിനും ഫുഡ് കൊടുത്ത് പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്നു കഴിക്കാൻ വേണ്ടി. അങ്ങനെ വയറ് നിറച്ച് എല്ലാവരും സദ്യ കഴിച്ചു. എല്ലാവരും നന്നായി ആസ്വദിച്ച് കഴിച്ചു എന്ന് പറഞ്ഞു. താങ്ക് യു. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ രഞ്ജിക്ക് ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് രഞ്ജി ഷാമിലി നേരത്തെ വിട്ടു. പിന്നെ ഞാനും ശരണ്യയും കൂടിയിട്ട് കുറച്ച് റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോഴാണ് ജോഡിക്കും ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞത്. അങ്ങനെ ജോഡീൻ്റെ കൂടെ ചെയ്ത് നിൽക്കുമ്പോഴാണ് ദീപോട്ടം നോക്കി നിൽക്കുന്നത് കണ്ട്. അത് വേറെ ഒന്നിനുമല്ല, ചായക്ക് വേണ്ടിയിട്ടായിരുന്നു. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ശരണ്യയും ഇറങ്ങി. ശരണ്യ ഇറങ്ങിയപ്പോഴേക്കും ശ്രീലക്ഷ്മി, വിഘ്നേഷും ഭാവയും കൂടി വന്നു. പിന്നെ അവരുമായി കുറച്ചു നേരം ഞങ്ങൾ സമയം വിളിച്ചതിന് ശേഷം ആ ദിവസം അവസാനിച്ചു. താങ്ക് യു.